ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് സമയവും വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, ആ ഒരു വെള്ളയും മഞ്ഞയും കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര അലിഞ്ഞ് വരുന്നവരെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ആ മധുരം അതിൽ ചെറുതായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവയാണ് കേട്ടോ. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കോഴിമുട്ടയും പഞ്ചസാരയും റവയും മാത്രം മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട്. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഓയിലും സോൾട്ടൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇൻഗ്രീഡിയൻസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് നേരം മൂടി വെക്കുമ്പോഴേക്കും റവയൊക്കെ കുതിർന്ന് ഈ മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കണ്ടോ, ഇതുപോലെ മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കോരി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് കുക്കായി എന്ന് തോന്നുന്ന സമയത്ത് കോരിയെടുക്കുക. ഒരുപാട് നാൾ കേട് കൂടാതിരിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മുറുക്കിയെടുക്കാമെന്നറിയില്ലേ, നല്ല പോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാനുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്